ഹലോ, നമസ്കാരം. മിനീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അവൽ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സ്വീറ്റായിട്ട് എല്ലാവർക്കും എപ്പോഴും കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ അത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അവലെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അവൽ എല്ലായിടത്തും എപ്പോഴും കിട്ടുന്ന സാധനമാണല്ലോ. അത് കാരണം അതിനോട് അത്രയ്ക്ക് ആൾക്കാർക്കൊന്നും അത്ര വലിയ വിലയുള്ള സാധനമൊന്നുമില്ല. അതേസമയം വല്ല ഓട്സോ അല്ലെങ്കിൽ കോൺഫ്ലെക്സോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആൾക്കാർ പറയുന്നതിനും വിലയും കൂടുതലാണ്. അപ്പോൾ അതിനോടൊക്കെ ആൾക്കാർക്ക് അതൊക്കെയാണെങ്കിൽ വലിയ നല്ല സാധനം എന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി വളരെയധികം ഗുണമുള്ള സാധനം അവൽ തന്നെയാണ്. ഈ അവൽ എന്ന് പറയുമ്പോഴത്തേനും അത് അരി അവൽ രൂപത്തിലാക്കുമ്പോഴത്തേനും അതിൽ ഫെർമെൻറ്റേഷൻ നടന്ന് അതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് അതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ആമാശയത്തിന് അതിൻ്റെ ദഹനത്തിനും ഒക്കെ വളരെ നല്ല ഇതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, അധികം വിശപ്പ് ഒരുപാട് ഉണ്ടാകത്തില്ല ഇത് കഴിച്ചിട്ട്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഈ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അപ്പം നമുക്ക് ഇത് ശകലം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ഈ ബോൾസ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിള്ളേർക്ക് ഇടയ്ക്ക് സ്നാക്കായിട്ട് ഇടയ്ക്ക് കഴിക്കാൻ കൊടുക്കാം. ഈ അവൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു നേരത്തെ ഫുഡായിട്ട് കഴിച്ചാലും വളരെ നല്ലതാണെന്നാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ അവൽ വെച്ച് തന്നെ നമുക്കിന്നൊരു നല്ലൊരു സ്വാദിഷ്ടമായ ഒരു സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കിയാലോ. ഇതിനകത്തെ പ്രധാന സാധനം അവലാണ്. ഈ അവൽ ഒരു 1/2 കിലോ മിച്ചത്തോളം ഉണ്ട്. ഇത് ഞാൻ നല്ലപോലെ പേറ്റി അതിൻ്റെ കരട്, അതിൻ്റെ കല്ലൊക്കെ ഉണ്ട്, അതെല്ലാം പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്താണ്. പിന്നെ വേണ്ടത് വലിയൊരു മുറി തേങ്ങ ചിരണ്ടി എടുക്കണം. പിന്നെ വേണ്ടത് ഉണക്കമുന്തിരി ഒരു 50 ഗ്രാമോളം ഉണ്ട്. ഇത് അണ്ടിപ്പരിപ്പ് ഒരു ഏകദേശം ഒരു 100 ഗ്രാം അടുത്തോളം ഉണ്ട്. പിന്നെ വേണ്ടത് ചുക്കുപൊടി, പിന്നെ ഏലക്കാപ്പൊടി, പിന്നെ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെയ്യ്, പിന്നെ ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലൊക്കെ കളഞ്ഞ് നല്ല പൊടിയെല്ലാം മാറ്റി നല്ല വൃത്തിയായിട്ട് ഉരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ അവൽ ആദ്യമായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒറ്റയടിക്ക് വറക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമുക്കത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതെ വറക്കണം. ഒരുപാട് നേരമൊന്നും വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഈ അവൽ വാങ്ങിക്കുമ്പം നല്ല ഈ ബ്രൗൺ കളർ ഉള്ള അവൽ തന്നെ നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം. ഈ വെളുത്ത അവലിനകത്ത് അതിൻ്റെ എന്താ പറയുക, ഗുണങ്ങൾ കുറവായിരിക്കും. തവിടുള്ള അരി കൊണ്ടാണ് ഈ അവൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാരണം ഇതിന് വളരെയധികം ഗുണങ്ങളുണ്ട്. ഇന്ന് വറുത്തെടുത്തിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ചെറിയ ഒരു നല്ല മുരുമരാന്നിങ്ങനെ വരണ രീതിയിലായി. ഇനി അത് പൊടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നല്ല രീതിയിൽ ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അവൽ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിക്കയും ഒന്ന് വറുത്തെടുക്കണം. നുറുക്കി വെച്ച അണ്ടിപ്പരിപ്പ് നമുക്ക് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. ഒത്തിരി തീ കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. ഈ അണ്ടിപ്പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. അടുത്തത് ഈ മുന്തിരി ആയിട്ടുണ്ട്. ഇതുപോലെ ബോൾസ് പോലായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കോരിയെടുക്കാം. ബാക്കി വന്ന നെയ്യിലേക്ക് നമുക്ക് ഈ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. ഇത് ഒരു ഒത്തിരി കരിയാത്ത രീതിയിൽ ലൈറ്റ് ബ്രൗൺ ആയിട്ടൊന്ന് വറുത്തെടുക്കണം. കാരണം ഇത് പച്ചയോടെ ചേർത്ത് കഴിഞ്ഞതിനകത്ത് വെള്ളത്തിൻ്റെ മയം ഉള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കേടാകും. അല്ലെങ്കിൽ നമ്മളിതൊന്ന് ചെറുതായിട്ട് വറുത്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസത്തേന് ഇത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിനാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത്. ഈ കാണുന്ന പോലെ ഇതേപോലത്തെ കളറായാൽ മതി. ഏകദേശം മൂപ്പായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാവേ. ഒരു 1.5 ടീസ്പൂണോളം ചുക്കുപൊടി ഉണ്ട്. തീ കുറച്ച് വെക്കണേ. എന്നിട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ അവലിൻ്റെ പൊടി ഇത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. വറുത്തെടുത്ത മുന്തിരി, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരപ്പാനി നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇളക്കിയെടുക്കണം. എന്നിട്ട് ഇത് വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. മധുരം ഒരുപാട് വേണ്ടാത്തവർ കുറച്ച് ശർക്കര ഒഴിച്ചാൽ മതി, കുറേശ്ശെ ഒഴിച്ചാൽ മതി. നമുക്ക് ഉരുട്ടിയെടുക്കണം. ഇത് ചെറിയ ചൂടോടെ ഉരുട്ടണം, കൈ പൊള്ളിക്കരുത്. ഉരുണ്ട് വരാനായിട്ടുള്ള ഒരു പരുവത്തിന് കിട്ടണം. അപ്പോൾ നമ്മുടെ അവലുണ്ടയ്ക്കുള്ള മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ബോൾസ് ആക്കി എടുക്കാം. ഇത് ബോൾസ് ആകുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ സ്വല്പം നെയ്യ് തടവി കൊടുക്കാം. കയ്യിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും മതി, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് അത് തടവുന്നത്. തണുത്ത് കഴിയുമ്പം നല്ല സ്ട്രോങ് ആകും കേട്ടോ, പൊടിഞ്ഞു പോകാതെ.
അപ്പോൾ നമ്മുടെ അവലുണ്ട ഇവിടെ റെഡിയായി ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരാൾ എനിക്ക് ഇപ്പോൾ അവലുണ്ടയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ അവലോസ് ഉണ്ടാന്ന് കേട്ടിട്ടുണ്ട്, അവലോസ് പൊടി എന്ന് കേട്ടിട്ടുണ്ട്. അവലുണ്ട ആദ്യമായിട്ട് കേട്ടോ. ഇതാണ് അവലുണ്ട. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പാകത്തിന് മധുരമൊക്കെ ഉള്ളൂ, നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അവലുണ്ട ഉണ്ടല്ലോ, ഈ അവല് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമായത് കാരണം ഈ അതിനകത്ത് വൈറ്റമിൻ ഡി, നമ്മൾ സൂര്യപ്രകാശം കൊള്ളാൻ പോകുന്നതാണല്ലോ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഡി, സി എല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ്. ABCD മുഴുവൻ ഉണ്ട്. ഇനിയിപ്പോ വെയിലത്ത് നിന്നില്ല കുഴപ്പമില്ല, ഈ ഉണ്ട തിന്നാ മതി. എന്തായാലും നല്ല കേട്ടോ, നല്ല രുചിയുണ്ട്, നല്ല നല്ല സാധനമാണ്. കപ്പലണ്ടി മുന്തിരിയൊക്കെ ഉണ്ട്. കപ്പലണ്ടി എനിക്ക് ഇഷ്ടമാണ്, മുന്തിരി അത്ര ഇഷ്ടമല്ല. എന്തായാലും നല്ല സാധനമാണ്. മധുരമൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്, ഓവറായിട്ടുള്ള മധുരം. വീട്ടിൽ കുറച്ച് ഇതുപോലെ ഉണ്ട ഉണ്ടാക്കി ഒരു ടിന്നകത്തിട്ട് അടച്ചു വെച്ചാൽ പിള്ളേരെ അടക്കി ചോദിക്കുമ്പോൾ ഒരെണ്ണെടുത്ത് കയ്യിൽ കൊടുക്കും. അപ്പോൾ നമ്മുടെ അവലുണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ.